മഴ തോരും മുമ്പിയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു അലീനയോട് ചോദിക്കുന്നു, നിൻ്റെ അമ്മ നിന്നെ അംഗീകരിക്കണമെന്നോ, നിൻ്റെ അമ്മ സത്യം അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ, അമ്മ നിന്നെ മോളേന്ന് വിളിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നു, ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മനു ഏട്ടാ. എൻ്റെ അമ്മ എന്നെ ഒന്ന് തിരിച്ചറിയാൻ, എൻ്റെ അമ്മ എന്നെ ഒന്ന് സ്നേഹിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും അലീന മനുവിനോട് പറയും. അപ്പോൾ ബാലചന്ദ്രനും അത് തന്നെയാണ് മനുവിനോട് പറയുന്നത്, തന്നെ ഒന്ന് മോളേന്ന് വിളിച്ച് ചേർത്ത് നിർത്താൻ ആ പാവ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞൂടെ അങ്ങളെ, അതറിയുമ്പോഴെങ്കിലും ആൻറ്റിയുടെ അഹങ്കാരം ഒന്ന് കുറയുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പറയും ഇതാണ് നിൻ്റെ മകള് എന്ന്, അത് അവളുടെ മരണക്കിടക്കയിലായിരിക്കുന്നു മാത്രം. അതുവരെ ഞാൻ ഈ രഹസ്യം മൂടി വയ്ക്കും. കാരണം എനിക്ക് വേണ്ടേ മനു, ഞാനൊരു മനുഷ്യനല്ലേ, ഞാനൊരാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ മനുവിൻ്റെ മുന്നിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിനുശേഷം സഹോദരന്മാർ വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ ബില്ല് അങ്ങോട്ട് കൊടുക്കണേക്കാൾ മുന്നേ പറയും, ഞങ്ങൾ ബാലചന്ദ്രനായിട്ട് ഒത്തുപോകാൻ തീരുമാനിച്ച്, ഞങ്ങൾക്ക് ബാലചന്ദ്രനായിട്ടൊരു പ്രശ്നമില്ല, ബാലചന്ദ്രൻ ഞങ്ങളായിട്ടൊരു പ്രശ്നമില്ല, അതുകൊണ്ട് തന്നെ അലീന ബാലചന്ദ്രൻ്റെ മകളായി ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയും. നിങ്ങൾ ആരൊക്കെ അംഗീകരിച്ചാലും ശരി തന്നെ, ഞാൻ അംഗീകരിക്കില്ല എന്ന് വാശിയോടെ പറയും. എന്നാൽ ഈ ഹോസ്പിറ്റൽ ബില്ല് നീ അങ്ങോട്ട് കൊടുത്തോ എന്ന് പറഞ്ഞ് ആ ബില്ല് അങ്ങോട്ട് നമ്മുടെ വൈജയന്തിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബാലചന്ദ്രനെ ഏൽപ്പിച്ചാണ്, 8 ലക്ഷം രൂപയോളമുണ്ട്, നിന്നോട് കൊടുക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞ്, ബാലചന്ദ്രനായിട്ടൊരു ബന്ധമില്ലാത്ത നിനക്ക് അയാളെ പണം ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് വൈജയന്തി.